ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല നടുവേദനയാണ്, ഒരു സ്ഥലം വരെ പോയതാ. കൂടുതൽ ഞാനായിട്ട് വിവരിക്കുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതാ വീഡിയോ നിങ്ങൾ തന്നെ കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾ ഈ റോഡ് കണ്ടില്ലേ? ഈ റോഡിൽ കൂടെ പോയാൽ ആർക്കാണ് നടുവേദന വരാത്തത്? ഇപ്പം നിങ്ങൾ ചോദിക്കും, ഇതിലെന്താ പുതുമയെന്നല്ലേ? കേരളത്തിലെ ഒട്ടുമിക്ക റോഡുകളും ഇങ്ങനെ തന്നെയാണ്. ഇതിലും മോശമായ രീതിയിലുള്ള റോഡുകളുണ്ട്. ശരിയാണ്, നിങ്ങൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അപ്പം ഞാൻ ഈ റോഡ് മാത്രം എടുത്ത് ഇങ്ങനെ കാണിക്കേണ്ട കാര്യമില്ലെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ കാര്യമുണ്ട്. എൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള ആ ഒരു വോള് കണ്ടിട്ടില്ലേ? മതിൽ കാണാമല്ലോ. ആ മതിൽ എന്തിൻ്റെ മതിലാണെന്നറിയാമോ? നമ്മളെ ശ്രീപാദം സ്റ്റേഡിയത്തിൻ്റെ മതിലാണ്. ശ്രീപാദം സ്റ്റേഡിയം, അതായത് 2015 നാഷണൽ ഗെയിംസ് കൊക്കോയൊക്കെ നടന്ന സ്റ്റേഡിയമാണ്. അതിൻ്റെ മതിലാണ് ഈ കാണുന്നത്. ആ റോഡാണ്, ശ്രീപാദം സ്റ്റേഡിയത്തിൻ്റെ റോഡാണ് ഇത്. അമ്മേ, അയ്യോ, ഓഹ് എൻ്റെ അമ്മേ, ഓഹ് എങ്ങനെയെങ്കിലും കുഴിയിൽ പെട്ട് ഊപ്പാട് വന്ന് ആ ആ ഇതേ കണ്ടില്ലേ? എത്തി ശ്രീപാദം സ്റ്റേഡിയം എത്തി. ദേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആ വഴി പോയ എൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത്. വളരെ പരിതാപകരം. ഈ ഫോട്ടോ നാഷണൽ ഗെയിംസ് 2015 നാഷണൽ ഗെയിംസിൽ കൊക്കോ മത്സരം നടന്ന ഫോട്ടോ ആണിത്. ഇത് ശ്രീപാദം സ്റ്റേഡിയത്തിലായിരുന്നു. അതുപോലെ തന്നെ അടുത്ത ഫോട്ടോ ദേ കണ്ടില്ലേ? കൊക്കോ വിമൻസ് ഫൈനൽ കേരള ഗെയിംസിൻ്റെ ആയിരുന്നു. ദേ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റേഡിയം. രാവിലെയും വൈകിട്ടുമായിട്ട് ഒരുപാട് പേരാണ് ഇവിടെ ജോഗിങ്ങിനായിട്ടും അല്ലാതെ നടക്കാനായിട്ടും ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്പോർട്സ് ഹോസ്റ്റലും ഉണ്ട്. അപ്പോൾ ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്റ്റേഡിയത്തിൻ്റെ റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് തൊട്ട് തന്നെ മലയാളികളൊക്കെ ഫ്യൂസ് പോയിരിക്കുകയാണ്. മലയാള സിനിമ ആയാലും മലയാളികളായാലും എല്ലാം നാണക്കേടാന്നേ. എന്താ പറയാൻ, അതിനിടയ്ക്ക് ഇങ്ങനത്തെ ന്യൂസുകളും കൂടെ വന്നാൽ പറയേണ്ട കാര്യമുണ്ടോ? അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു നാഷണൽ ഗെയിംസ് ഒക്കെ നടന്ന ഒരു സ്റ്റേഡിയം അല്ലേ, അവിടുത്തെ റോഡ് ഇങ്ങനെ കിടക്കേണ്ട കാര്യമുണ്ടോ? നാഷണൽ ഗെയിംസ് നടന്ന സ്റ്റേഡിയത്തിൻ്റെ റോഡ് ഇങ്ങനെ കിടക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് പറ. ഇതിപ്പോ ഇടി വെട്ടിയതിൻ്റെ തലയിൽ തേങ്ങ വീണെന്നുള്ള അവസ്ഥയാണല്ലോ. അപ്പോൾ ഇന്നത്തേക്ക് കഴിഞ്ഞു. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.